നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. കേരളത്തിൽ BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ അലോട്ട്മെന്റുകൾ വഴിയാണ് നടക്കുന്നത്. LBS, PNC മാക്, AMC FNCക്ക്, CPAS തുടങ്ങിയ അസോസിയേഷനുകൾ വഴി അലോട്ട്മെന്റുകൾ വഴിയാണ് BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ 2023 വരെ നടത്തിയത്. +2 50% മാർക്കോടുകൂടി പാസ്സായ എല്ലാ കുട്ടികൾക്കും ഈ 4 അസോസിയേഷനുകളിലും BSc നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷൻ നൽകാനായിട്ട് സാധിക്കും. ഓരോ അസോസിയേഷന്റെയും വെബ്സൈറ്റിലൂടെയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. +2ന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. LBSന്റെ വെബ്സൈറ്റിലൂടെ LBSന്റെ കീഴിലുള്ള എല്ലാ കോളേജിലേക്കും ഒറ്റ ഒരു ആപ്ലിക്കേഷൻ മാത്രം നൽകിയാൽ മതി. അതുപോലെ തന്നെ CPASന്റെ കീഴിലുള്ള എല്ലാ കോളേജിലേക്കും CPASന്റെ വെബ്സൈറ്റിലൂടെ ഒറ്റ ഒരു ആപ്ലിക്കേഷൻ മാത്രം നൽകിയാൽ മതി. എന്നാൽ PNC മാക്കിലുള്ള എല്ലാ കോളേജിലേക്കും ഒറ്റ ആപ്ലിക്കേഷൻ നൽകിയതിനു ശേഷം 10 കോളേജുകൾ മാത്രമേ ഓപ്ഷനായിട്ട് വെക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ AMC FNCKയിലേക്കുള്ള കോളേജുകളിലേക്കും ആപ്ലിക്കേഷൻ നൽകിയതിനു ശേഷം 15 കോളേജുകൾ മാത്രമാണ് ഓപ്ഷനായിട്ട് നൽകുവാൻ സാധിക്കുക. മറ്റുള്ള അസോസിയേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും സീറ്റ് കൂടുതലുള്ള ഒരു മാനേജ്മെന്റ് അസോസിയേഷനാണ് PNC മാക്. എല്ലാ കാറ്റഗറിയിലുമുള്ള കുട്ടികൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ നൽകുവാനായിട്ട് സാധിക്കും. എല്ലാ കാറ്റഗറിയിലുമുള്ള കുട്ടികൾക്ക് ഒരേ പരിഗണനയാണ് ഇവിടെ ലഭിക്കുന്നത്. ഒരേ പരിഗണനയിൽ തന്നെയാണ് അഡ്മിഷൻ നൽകുന്നത്. ആവറേജ് മാർക്കുള്ള കുട്ടികൾക്ക് പോലും ഇവിടെ അഡ്മിഷൻ ലഭിക്കുവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. PNC മാക്കിലും AMCS FNCKയിലും BSc നഴ്സിംഗ് കോഴ്സ് മാത്രമാണ് ഉള്ളത്. LBSലും CPASലും BSc നഴ്സിംഗും BSc പാരാമെഡിക്കൽ കോഴ്സുകളും ഉണ്ട്. 2023 PNC മാക്കിൽ +2ലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ നടത്തിയത്. PNC മാക്കിൽ അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക് ഫീസിൽ യാതൊരുവിധ കൺസെഷനുകളും ലഭിക്കുകയില്ല. SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് PNC മാക്കിൽ അഡ്മിഷൻ ലഭിച്ചാൽ E-ഗ്രാൻസിന് അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. LBSലും CPASലും അഡ്മിഷൻ ലഭിച്ചാൽ മാത്രമേ SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് E-ഗ്രാൻസിന് അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുവഴിയേ അവർക്ക് ഫീസ് കൺസെഷൻ ലഭിക്കുകയുള്ളൂ. AMC FNCKയിലും PNC മാക്കിലും അഡ്മിഷൻ ലഭിച്ചാൽ SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് E-ഗ്രാൻസിന് അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. മറ്റു കുട്ടികൾ നൽകുന്ന പോലെ മുഴുവൻ ഫീസും അവർ നൽകണം. 2023 50 കോളേജുകളാണ് PNC മാക്കിൽ ഉണ്ടായിരുന്നത്. ഈ 50 കോളേജുകളിലേക്കും ഒറ്റ ആപ്ലിക്കേഷൻ മാത്രം നൽകിയാൽ മതി. എന്നാൽ 10 കോളേജുകൾ മാത്രമാണ് ഓപ്ഷനായിട്ട് നൽകുവാനായിട്ട് സാധിക്കുന്നത്. ഓരോ അലോട്ട്മെന്റുകൾ കഴിയുമ്പോഴും കോളേജുകൾ റീഅറേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കും. 90% മുകളിൽ മാർക്കുള്ള കുട്ടികൾക്കാണ് LBSൽ അഡ്മിഷൻ ലഭിക്കാറുള്ളത്. എന്നാൽ PNC മാക്കിൽ 90% താഴെ മാർക്കുള്ള കുട്ടികൾക്ക് വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 2024 BSc നഴ്സിംഗിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ LBSൽ മാത്രം ആപ്ലിക്കേഷൻ നൽകാതെ BSc നഴ്സിംഗിന് താല്പര്യമുള്ള കുട്ടികൾ PNC മാക്കിൽ കൂടി ആപ്ലിക്കേഷൻ നൽകുവാനായിട്ട് ശ്രദ്ധിക്കണം. 4 അസോസിയേഷന്റെയും വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ നൽകുമ്പോൾ പ്രത്യേകം ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ടതായിട്ടുണ്ട്. 2023 PNC മാക്കിലെ അഡ്മിഷൻ +2ലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു. എന്നാൽ 2024 എൻട്രൻസ് എക്സാമിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ അഡ്മിഷൻ നടത്തുക എന്നുള്ള കാര്യം ഇതുവരെയും തീരുമാനമായിട്ടില്ല. +2ന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ PNC മാക്കിന്റെ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ നൽകുന്ന കുട്ടികളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അതിൽ ഉയർന്ന റാങ്കുള്ള കുട്ടികൾക്കാണ് അവൈലബിൾ ആയിട്ടുള്ള സീറ്റിലേക്ക് BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ നൽകുന്നത്. PNC മാക്കിൽ കാറ്റഗറി റിസർവേഷനുകൾ ഒന്നും തന്നെയില്ല. +2ലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അലോട്ട്മെന്റ് നടത്തി അഡ്മിഷൻ നൽകുന്നത്. LBSലും CPASലും അലോട്ട്മെന്റുകൾ നടത്തുന്നതിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. PNC മാക്കിലെ അലോട്ട്മെന്റിന്റെയും അഡ്മിഷനെയും കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.